നമസ്കാരം. ഈ ചെടി കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. കണ്ടിട്ടില്ലാത്തവർക്ക്, സിറ്റിയിലും ഒക്കെ താമസിക്കുന്ന കണ്ടിട്ടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഒരു 60-50 വയസ്സിൻ്റെ മുകളിലേക്കുള്ള ആളുകളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. ഇത് ഒരു കയ്യിലൊരു പ്രാവശ്യമെങ്കിലും ഇത് വെച്ചടിക്കാത്തവരുണ്ടാവാൻ സാധ്യത കുറവാണ്. സ്കൂളിൽ പോകുമ്പോഴും പറമ്പിൽ കളിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ആയിട്ട്. ഇതിൻ്റെ പേര്, ഇത് ഒരു പാഴ്ചെടിയാണെന്നാണ് സങ്കല്പം. യാതൊരു ശുശ്രൂഷയില്ലാതെ കണ്ട് വളരുന്നൊരു ചെടിയാണ്. ഇതാണ് പ്രകൃതിയുടെ ടാറ്റു. പലതരത്തിലുള്ള ടാറ്റുകൾ ഇപ്പോൾ ആളുകൾ കയ്യിലും ദേഹത്തും ഒക്കെ ഒട്ടിക്കുക പല ചിത്രപ്പണികളും ചെയ്യുന്നുണ്ടല്ലോ. ഇത് പ്രകൃതിയുടെ ടാറ്റു ആണ്. സ്വതസിദ്ധമായിട്ട് അതിൻ്റെ ജന്മം കൊണ്ട് ഉണ്ടാവുന്ന ഒരു ചിത്രം നമ്മുടെ കയ്യിൽ പതിപ്പിക്കാം, ശരീരത്തിൽ പതിപ്പിക്കാം. അത് ചെറിയ കുട്ടികൾക്ക് അന്നത്തെ ഒരു വിനോദം. ഇതിൻ്റെ ബാക്കിൽ വെളുത്ത പൊടിയാണ്. ഇതാരും കൊണ്ടുവന്നിട്ടുള്ളതല്ല. ഈ ഇല ഉണ്ടായി വരുമ്പോൾ തന്നെ ഉണ്ടായി വരുന്നതാണ്. പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് അത്. നമ്മളിതപ്പോൾ അങ്ങനെ കയ്യിൻ്റെ പുറത്തിങ്ങനെ അടിച്ചാൽ അത് പതിഞ്ഞു വരും. ഇതിങ്ങനെ വെച്ചു, കയ്യിൻ്റെ പുറത്ത് വെച്ചു, തട്ടി എടുത്ത് നോക്കുമ്പോൾ ഇലയുടെ ആകൃതി കൈമ വന്നു. എൻ്റെ കൈയും അങ്ങനെ രോമം എഴുന്ന് നിൽക്കണ കാരനാണ് കാണാത്തത്. നല്ല മനോഹരമായിട്ടുള്ള കൈയാണെന്നുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയായിട്ട് വരും. നോക്കൂ, ഇല എങ്ങനെ ഇരിക്കണം. ഇലയുടെ ഫ്രണ്ട് പച്ചയായിട്ടിരിക്കും, ബാക്കിൽ മുഴുവൻ വെളുത്ത പൊടിയാണ്. അതിങ്ങനെ കയ്യുമ്മ വെച്ച് അമർത്തി കഴിഞ്ഞാൽ, കയ്യുമ്മ ഏത് ഭാഗത്ത് വെച്ച് അമർത്തി കഴിഞ്ഞാൽ ആ പൊടി കയ്യുമ്മിലേക്ക് ആ ഭാഗത്തേക്കായിട്ട് ആ ഒരു ടാറ്റു കയ്യുമ്മ വരും. തട്ടിക്കളഞ്ഞാൽ പോവുകയും ചെയ്യും. യാതൊരു വിധ ദ്രോഹവും ഇല്ലാത്തൊരു പൊടിയാണത്. ഒരു അലർജിയോ ഒന്നും ഇതുകൊണ്ടുണ്ടായി എന്ന് ഇതുവരെ ആർക്കും കേട്ടിട്ടില്ല. ഇത് കയ്യിലിങ്ങനെ വെച്ചു, എന്താ കണ്ടില്ലേ, അങ്ങനെ വെച്ചു, വെറുതെ അടിച്ചു. അപ്പോൾ ആ ചിത്രം കയ്യുമ്മ വന്നു. ഭസ്മം തൊട്ടമാതിരി ആ ഇലയുടെ ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പ് കയ്യുമ്മലേക്ക് വന്നു. ഇതാണ് പ്രകൃതിയുടെ ടാറ്റു. ഇത് കണ്ടിട്ടില്ലാത്ത ഇന്നത്തെ തലമുറയിലെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി മാത്രം കാണിക്കുന്നതാണ്. നമസ്കാരം.